ഇത് കേരളത്തിൻ്റെ തലസ്ഥാന നഗരി. കേരളത്തിലെ സാധാരണക്കാരൻ്റെ നഗരം എന്ന വിശേഷണം പത്മനാഭൻ്റെ മണ്ണിന് സ്വന്തം. ചരിത്രപ്രസിദ്ധമായ ഒട്ടേറെ സംഭവങ്ങൾക്ക് സാക്ഷിയായ ഈ നഗരത്തിൻ്റെ മടിത്തട്ടിൽ ഭാരത സാങ്കേതിക വിദ്യയുടെ ചരിത്രത്തിൻ്റെ ഒരേടായി മാറിയ ഒരു മഹാപ്രസ്ഥാനം പിറവികൊണ്ടു. 75 വർഷങ്ങൾക്കിപ്പുറത്ത് നാടിൻ്റെയും നഗരത്തിൻ്റെയും രൂപവും ഭാവവും സംസ്കാരവും എല്ലാം മാറിമറിഞ്ഞു. എന്നിട്ടും ആ മഹാപ്രസ്ഥാനം മാത്രം ഭാവഭേദങ്ങളില്ലാതെ തല ഉയർത്തി നിൽക്കുന്നു. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം. ഐക്യ കേരളം പിറക്കുന്നതിന് മുമ്പ്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനും വർഷങ്ങൾക്ക് മുൻപ്, തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ പ്രജകൾക്ക് നൽകിയ സമ്മാനമാണ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം. ഭാരത ചരിത്രത്തിൽ അതിന് സുപ്രധാനമായ രേടായി മാറാൻ CET എന്ന 3 അക്ഷരങ്ങൾക്ക് സാധിക്കുമെന്ന് അന്നാരും വിചാരിച്ചിരുന്നില്ല. 1939 മെയ് മാസം 2-ാം തീയതിയായിരുന്നു തിരുവിതാംകൂർ ഗവൺമെൻറ് സുപ്രധാനമായ വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. കൃത്യം 2 മാസത്തിന് ശേഷം ജൂലൈ 3-ാം തീയതി CET പ്രവർത്തനം ആരംഭിച്ചു. ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിരുന്ന മേജർ മാത്യുമാനായിരുന്നു ആദ്യത്തെ പ്രിൻസിപ്പാൾ. ഇന്ന് PMG എന്നറിയപ്പെടുന്ന ഓഫീസ് കെട്ടിടത്തിലായിരുന്നു CET പ്രവർത്തനം ആരംഭിച്ചത്. സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ എന്നീ മേഖലകളായിരുന്നു അന്ന് നിലവിലുണ്ടായിരുന്നത്. ഓരോ ബ്രാഞ്ചിലും 21 സീറ്റ് വീതം. ആകെ 63 പേരായിരുന്നു വിദ്യാർത്ഥികൾ. അന്നുവരെ മദിരാശി സർവകലാശാലയിലെയും ബനാറസ് സർവകലാശാലയിലെയും 3-4 സീറ്റുകൾ മാത്രമായിരുന്നു തിരുവിതാംകൂറിൽ വിദ്യാർത്ഥികൾക്ക് എഞ്ചിനീയറിംഗ് പഠനത്തിനായി ലഭിച്ചിരുന്നത്. CET നിലവിൽ വന്നതോടെ ഓരോ വർഷവും 63 എഞ്ചിനീയർമാരാണ് ഇവിടെ നിന്ന് പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങിയത്. ഇത്രയധികം എഞ്ചിനീയർമാർക്ക് തൊഴിൽ നൽകാൻ കഴിയുമോ എന്നുള്ള ആശങ്കയും നിലനിന്നിരുന്നു. ആയതിനാൽ 5-6 വർഷത്തിനുള്ളിൽ CET പൂട്ടുമെന്നാണ് പലരും കരുതിയത്. എന്നാൽ സംഭവിച്ചത് മറിച്ചായിരുന്നു. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം എഞ്ചിനീയർമാരുടെ ആവശ്യകത ഉയർന്നു വന്നു. ഓരോ ബാച്ചിലും 21 സീറ്റ് എന്നുള്ളത് 40 ഉയർത്തി. പിന്നീട് അങ്ങോട്ട് CETക്ക് ആശങ്കകളില്ലായിരുന്നു. വിവരസാങ്കേതിക വിദ്യയുടെ ലോകത്ത് 1-ാമത്തെ പേരായി ഈ കലാലയം വളരുകയായിരുന്നു. ക്യാമ്പസ് വികസിപ്പിക്കാനുള്ള ഭൂമിയില്ലാത്തതിനാൽ 1961 CET ശ്രീകാര്യത്തിനടുത്തുള്ള മൺവിളയിലെ 125 ഏക്കറിൻ്റെ വിശാലതയിലേക്ക് മാറ്റി സ്ഥാപിച്ചു. ഇന്നും ഈ 125 ഏക്കറിൽ തന്നെയാണ് കോളേജും ഹോസ്റ്റലും എല്ലാം നിലനിൽക്കുന്നത്. സാറ്റലൈറ്റ് ദൃശ്യങ്ങളിൽ ഒരു സ്പാനറിനോട് സാദൃശ്യം തോന്നിക്കുന്ന മെയിൻ ബിൽഡിങ്ങിൻ്റെ ചുറ്റുമായിട്ടാണ് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളും ലൈബ്രറിയും പ്ലാനറ്റോറിയവും ഗ്രൗണ്ടും ഹോസ്റ്റലും എല്ലാം നിലനിൽക്കുന്നത്. ക്യാമ്പസ് പ്രകൃതിരമണീയവും ഹരിതാഭവുമാണ്. പ്രകൃതി സ്നേഹികളുടെയും പരിസ്ഥിതി പ്രവർത്തകരുടെയും ധാരാളം പ്രശംസകൾ ഈ ക്യാമ്പസിൽ ലഭിച്ചിട്ടുണ്ട്. 1990 ഭാരത സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി CETയെ പഠനകാര്യങ്ങളിലും പ്ലേസ്മെൻറ്റിലും രാഷ്ട്രത്തെ ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്ന കോളേജ് എന്ന് വിശേഷിപ്പിച്ചു. ഇന്ന് കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷ എഴുതി നല്ല റാങ്ക് വാങ്ങുന്നവരുടെ ആദ്യ പരിഗണന CETക്ക് തന്നെ. BTech, MTech, BR, M-Plan, MCA, MBA എന്നീ കോഴ്സുകൾ ഇന്ന് കോളേജിൽ നടത്തപ്പെടുന്നുണ്ട്. 3000-ഓളം വിദ്യാർത്ഥികൾക്ക് ഒരേ സമയം ഈ കലാലയത്തിൽ നിന്നും അറിവിൻ്റെ വെളിച്ചം പകർന്നു നൽകുന്നു. ഇതെല്ലാം CETയുടെ ചരിത്രമാണ്. എന്നാൽ 75 വർഷങ്ങൾക്കിപ്പുറത്ത് CETക്ക് ഒരു വർത്തമാനകാലമുണ്ട്. ജീവിതത്തെ മറ്റൊരു വീക്ഷണകോണിൽ നോക്കിക്കാണുന്ന വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ഒരിക്കലും മറക്കാനാവാത്ത അനുഭവങ്ങൾ ജീവിതത്തിൽ സമ്മാനിക്കുന്ന CETയെ CET ആക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെയുണ്ട്. ഇതാണ് നമ്മുടെ പഞ്ചാരക്കാട്. പേരിൽ നിന്ന് തന്നെ അർത്ഥം മനസ്സിലാക്കാവുന്ന സ്ഥലം. പ്രണയങ്ങൾ പൂവണിയുന്ന സ്ഥലം എന്നതിലുപരി കാലഘട്ടത്തിൻ്റെ ചർച്ചകൾ നടക്കുന്ന സ്ഥലമാണിത്. ഒഴിവു സമയങ്ങളിൽ വിദ്യാർത്ഥികളോട് ഒരുമിച്ച് കൂടുന്നു, ആശയങ്ങൾ പങ്കുവയ്ക്കുന്നു, അസൈൻമെൻറ്റുകൾ എഴുതുന്നു, പ്ലാനിങ്ങുകൾ നടത്തുന്നു. CETയുടെ ചരിത്രത്തിൻ്റെ ഭാഗമായ പല കാര്യങ്ങളുടെയും ആദ്യ തീരുമാനങ്ങൾ എടുത്തത് പഞ്ചാരക്കാടിലെ ഒത്തുചേരലുകൾക്കിടയിലാണ്. ഇന്ന് ഇവിടുത്തെ മരങ്ങൾ മുറിക്കപ്പെടുന്നു.
വൈകാരികത നിറഞ്ഞ ഒരു വേദന CETians സമ്മാനിച്ചുകൊണ്ട് പഞ്ചാരക്കാട് വിട പറയുമ്പോഴും അവിടെ നിൽക്കുന്ന മരച്ചുവടുകളിൽ ജീവിതത്തിൻ്റെ അസുലഭ നിമിഷങ്ങൾ പങ്കുവയ്ക്കുന്ന വിദ്യാർത്ഥികളെ നമുക്ക് കാണാൻ സാധിക്കും. ആർക്കും അറിയാത്ത സൗഹൃദത്തിൻ്റെ ഒരു പിടി ചരിത്രം ഈ പഞ്ചാരക്കാട്ടിൽ ഉറങ്ങിക്കിടക്കുന്നു. CETയിലേക്കുള്ള രാജവീഥി എന്ന വിശേഷണമാണ് ഗോൾഡൻ വാക്ക്വേക്കുള്ളത്. 1958 ബാച്ച് തങ്ങളുടെ കലാലയത്തിന് നൽകിയ സമ്മാനം. അറിവ് സമ്പാദിക്കാനായി ഇവിടെ എത്തുന്ന വിദ്യാർത്ഥി ഈ പടവുകൾ ചവിട്ടിക്കയറി വിദ്യയിലേക്ക് നടന്നു നീങ്ങുന്നു. അറിവിൻ്റെ അക്ഷയഖനിയിലേക്കുള്ള യാത്രയിൽ ചവിട്ടുന്ന ഈ പടവുകളിൽ 1000 ഓർമ്മകൾ തങ്ങി നിൽക്കുന്നു. CETയുടെ പ്രവേശന കവാടമാണ് ഈ ലോബി. ക്ലാസ് കഴിഞ്ഞെത്തുന്ന പല ബ്രാഞ്ചിലെ വിദ്യാർത്ഥികൾ ആദ്യമായി ഒരുമിച്ച് കൂടുന്ന സ്ഥലം ഈ ലോബിയാണ്. വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെയും മറ്റും പരിപാടികൾ എല്ലാം തന്നെ നടത്തപ്പെടുന്നത് ഈ ലോബിയെയും ഇതിൻ്റെ ചുറ്റുവട്ടത്തെയും കേന്ദ്രീകരിച്ചാണ്. പ്രസിദ്ധമായ നെപ്പോളിയൻ തൊപ്പിയുടെ ആകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ മേൽക്കൂരയ്ക്ക് കീഴിലുള്ള ലോബിയാണ് CETയുടെ മുഖചിത്രങ്ങളിലെല്ലാം തന്നെ കാണപ്പെടുന്നത്. അറിവിൻ്റെ മഹാപ്രവാഹമാണ് CETയുടെ മെയിൻ ലൈബ്രറി. വിവിധ ഡിപ്പാർട്ട്മെൻറ്റ് ലൈബ്രറികൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും മെയിൻ ലൈബ്രറി ഒരു പ്രധാന സ്ഥലം തന്നെ. ഇവിടെ വിദ്യാർത്ഥികൾ ഒരുമിച്ച് കൂടുന്നു, അറിവ് പങ്കുവയ്ക്കുന്നു. പണ്ട് PG ബ്ലോക്കായി പ്രവർത്തിച്ചിരുന്ന ഈ കെട്ടിടം പിന്നീട് ലൈബ്രറിയാക്കി മാറ്റുകയായിരുന്നു. ഒരു നല്ല എഞ്ചിനീയർ ആകാൻ എത്രമാത്രം അറിവ് സമ്പാദിക്കണമോ അതിലും എത്രയോ ഇരട്ടി അറിവ് ഈ ലൈബ്രറിയിൽ വിശ്രമിക്കുന്നു എന്നുള്ളതാണ് സത്യം. CETയുടെ യൂത്ത് ഫെസ്റ്റിവലായ സർഗം നടക്കുന്ന സ്ഥലമാണിത്. പാഠ്യവിഷയങ്ങളിൽ മാത്രമല്ല, പാഠ്യേതര വിഷയങ്ങളിലും കലാപ്രവർത്തനങ്ങളിലും CETians ഒട്ടും പിന്നിലല്ല എന്ന് തെളിയിക്കപ്പെടുന്ന സ്ഥലം. 1ാം വർഷ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ദിശയും ഇവിടെ നടത്തപ്പെടുന്നു. പഴമയുടെ കാവൽക്കാരിൽ ഒരാളായിരുന്ന സർഗം സ്റ്റേജ് കഴിഞ്ഞ വർഷം കെട്ടിലും മട്ടിലും ഒട്ടേറെ പുതുമകളോടുകൂടി നവീകരിക്കപ്പെട്ടു. കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പുകളിലെ തീവാർന്ന ഉത്സവമായ മീറ്റ് ദ കാൻഡിഡേറ്റ് ഈ സ്ഥലത്തെ അവിസ്മരണീയമാക്കുന്നു. ക്ലാസ് മുറികളിലും പുസ്തകത്താളുകളിലും നാം പഠിക്കുന്ന അറിവിനെ പ്രാക്ടിക്കൽ നോളജാക്കി മാറ്റുന്ന സ്ഥലം. CETയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുത്തെ ലാബുകൾ തന്നെയാണ്. കാര്യക്ഷമമായ ഉപകരണങ്ങളും അതിൻ്റെ കൃത്യതയും അതാണ് CETയുടെ ലാബുകളെ മറ്റു കോളേജുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. സിവിൽ ഡിപ്പാർട്ട്മെന്റിന് മുമ്പിൽ സ്ഥിതി ചെയ്യുന്ന ഈ മതിലുകൾ CETയുടെ ഒരു പ്രധാന ഭാഗം തന്നെയാണ്. ഒരു അനൗപചാരിക വാർത്താ ബുള്ളറ്റിൻ എന്ന് വേണമെങ്കിൽ ഈ മതിലുകളെ നമുക്ക് വിശേഷിപ്പിക്കാം. ഇന്ത്യയൊട്ടാകെയുള്ള കലാലയങ്ങളിൽ CETയുടെ പേര് ഉയർത്തിപ്പിടിക്കുന്ന കലാമാമാങ്കമാണ് ധ്വനി. എല്ലാ കോളേജുകളിലും ടെക് ഫെസ്റ്റുകളും ടെക്നിക്കൽ ഫെസ്റ്റുകളും ഒക്കെ നടക്കാറുണ്ടെങ്കിലും ധ്വനി പോലെ എല്ലാവരും കാത്തിരിക്കുന്ന മറ്റൊരു ഉത്സവമില്ല. ഇന്ത്യയൊട്ടാകെയുള്ള കലാലയങ്ങളിൽ നിന്നും വർഷാവർഷം 10,000-കണക്കിന് വിദ്യാർത്ഥികൾ ധ്വനിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേരുന്നു. ധ്വനി നടത്താൻ വേണ്ടി മാത്രം പണി കഴിപ്പിച്ച സ്ഥലമാണ് ധ്വനി സ്റ്റേജ്. കായിക പ്രവർത്തനങ്ങളിലും CET നല്ല രീതിയിലുള്ള ഒരു പ്രചോദനമാണ് നൽകുന്നത്. ഓപ്പൺ എയർ ഗെയിംസിന് വേണ്ടി ഈ സ്റ്റേഡിയവും ഇൻഡോർ ഗെയിംസിന് വേണ്ടി ഒരു ഇൻഡോർ സ്റ്റേഡിയവും ഒരു ജിമ്മും ഇവിടെ പ്രവർത്തിക്കുന്നു. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റും വിദ്യാർത്ഥി സംഘടനകളും ധാരാളം ടൂർണമെന്റുകൾ ഇവിടെ സംഘടിപ്പിക്കാറുണ്ട്. ആരോഗ്യമുള്ള ഒരു തലമുറയെ CETക്ക് വേണ്ടി വാർത്തെടുക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ചരിത്രത്തിലേക്ക് നോക്കിയാൽ ഓർമ്മകളുടെ അയവിറക്കുന്ന ഒരുപാട് സംഭവങ്ങൾക്ക് സാക്ഷിയായ ഒരു സ്ഥലമാണ് ഈ മൈതാനമെന്ന് നാം തിരിച്ചറിയും. മെൻസ് ഹോസ്റ്റൽ, ലേഡീസ് ഹോസ്റ്റൽ എന്നിങ്ങനെ 2 ഹോസ്റ്റലുകളാണ് CETക്കുള്ളത്. സാങ്കേതിക വിദ്യയുടെ ചരിത്രത്തിൽ സ്വന്തം അധ്യായങ്ങൾ എഴുതി ചേർത്ത ഒരുപാട് പേർ ഇവിടെ താമസിച്ചിരുന്നു. മെൻസ് ഹോസ്റ്റലിൽ 400ഓളം ഇൻമേറ്റ്സ് ആണുള്ളത്. വിദ്യാർത്ഥികൾ തന്നെ നടത്തുന്ന ഒരു മെസ്സും ഇവിടെയുണ്ട്. ഒത്തുചേരലിന്റെയും സന്തോഷത്തിന്റെയും സൗഹൃദത്തിന്റെയും പങ്കുവയ്ക്കലിന്റെയും നിറമുള്ള ഓർമ്മകൾ ഒരു ജീവിതകാലം മുഴുവൻ എല്ലാവർക്കും സമ്മാനിക്കുന്ന സ്ഥലമാണ് ഹോസ്റ്റൽ. CETയുടെ ചരിത്രവും വർത്തമാനവും ഇവിടെ അവസാനിക്കുന്നില്ല. ഇന്നത്തെ വർത്തമാനം നാളത്തെ ചരിത്രത്താളുകളിൽ എഴുതി ചേർക്കപ്പെടും.
ഈ വിവരണങ്ങൾക്കെല്ലാം അപ്പുറത്ത് ജീവിതത്തിന്റെ പുതിയ പാഠങ്ങൾ പഠിച്ച് സൗഹൃദത്തിന്റെ വേരുകളിലൂന്നി ഒരു നല്ല ഭാവിയെ സ്വപ്നം കാണുന്നവർ ഇവിടെയുണ്ട്. അവരുടെ സ്വപ്നങ്ങൾ ചിറക് വിരിച്ച് പറന്നുയരുമ്പോൾ തലമുറകൾ മാറി മാറി ഈ കലാലയത്തിൽ നിന്നും അറിവിന്റെ വെളിച്ചം സ്വീകരിക്കുമ്പോൾ ആനയ്ക്കമ്പാരി എന്നോണം ഇവിടെയുള്ള ഓരോ വ്യക്തിക്കും തുല്യം ചേർത്ത് ലഭിക്കുന്ന ഒരു വിശേഷണമുണ്ട്, CET എന്ന വിശേഷണം. ചരിത്രം നൂതന സാങ്കേതിക വിദ്യക്ക് വഴിമാറാൻ വെമ്പൽ കൊള്ളുന്ന ഈ 21-ാം നൂറ്റാണ്ടിൽ അനുഭവങ്ങളുടെ കയ്യൊപ്പും വാങ്ങി ഒരല്പം അഹങ്കാരത്തോടെ ഞാനൊരു CETനാണെന്ന് പറയുന്നവരെ സൃഷ്ടിക്കുന്ന ഈ സരസ്വതി ക്ഷേത്രത്തിന്റെ 75-ാം പിറന്നാളിന് മറ്റൊരു തിലകച്ചാർത്തായി ഈ സംരംഭം ഞങ്ങൾ സമർപ്പിക്കുന്നു.